പ്രവീണിൻ്റെ ആഗ്രഹം പ്രവീൺ ഇങ്ങനെ എല്ലായിടത്തും പറയുകയാണ്, എനിക്കൊരു സീരിയലിൽ അഭിനയിക്കണം എന്ന് പറയുകയാണ്. ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാവുമോനും ജിഷിൻ്റെ അടുത്താണ്. മസ്താനി അവിടെ കിടപ്പുണ്ട്. മസ്താനി ആ സോഫയിൽ കിടക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് മസ്താനി അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, മസ്താനി നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പ്രവീൺ സാവുമോനോടായിട്ട് പറയാണ്, എനിക്കൊരു സീരിയലിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയൊന്നും വേണ്ട, എനിക്ക് നായകനും ആവണ്ട, ചെറിയ ചെറിയ റോളിലെങ്കിലും എനിക്കൊന്ന് അഭിനയിച്ചാൽ മതി. സാവുമോൻ പറയാം, നിനക്ക് നടക്കൂടാ, നീ ഒരു നല്ല കണ്ടൻറ് ക്രിയേറ്റർ അല്ലേ, നിനക്ക് അഭിനയിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഒരു സീരിയലിൽ അഭിനയിക്കണമെങ്കിൽ ഒരു 10-12 ദിവസം നീ അഭിനയിച്ചാൽ മതി, ബാക്കിയുള്ള ദിവസം നീ ചില്ലാണ്, പിന്നെ അതിൽ നിന്ന് നിനക്ക് സിനിമയിലോട്ട് കയറുകയും ചെയ്യാം എന്ന് സാവുമോൻ പറയുകയാണ്. പ്രവീൺ തൊഴുകൈകളോടെ പ്രാർത്ഥിക്കുന്നു, ഈശ്വര എന്നെ ഈ കാണുന്ന ഏതെങ്കിലും ഡയറക്ടറോ സംവിധായകനോ ഒരു സീരിയലിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കണേ. ഓരോരുത്തരും ബിഗ് ബോസ് വരുന്ന ഓരോ ആഗ്രഹങ്ങളുമായിട്ടാണ്. പ്രവീണിൻ്റെ ആഗ്രഹം ഒരു സീരിയൽ നടനൊന്നും വേണ്ട, ഒരു അനിയൻ്റെ റോളായിട്ടായാലും മതി, ഒരു നായകൻ്റെ അനിയനായിട്ട് അഭിനയിക്കാനായാലും മതി എന്നാണ് പ്രവീൺ പറയുന്നത്. ആരെങ്കിലും ഒന്ന് വിളിക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഈ റീ എൻട്രിയിൽ വന്നതേ ഇത് പറയാനാണ്. കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ച് കാണത്തില്ല. പെട്ടെന്ന് പോയപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഈ പ്രാവശ്യം വന്നിട്ട് എല്ലായിടവും ഇരുന്ന് സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.